ഹലോ നമസ്കാരം എല്ലാവർക്കും സുഖമല്ലേ. നമ്മൾ ചില സാധനങ്ങൾ എന്താ പറയുക, ചില പ്രഷ്യസ് ആയിട്ടുള്ള സാധനങ്ങളേക്ക് മേടിക്കാണ്ട് കയ്യിൽ കാശൊന്നും ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ കാത്തു നിൽക്കും. നമ്മൾ നല്ല സെയിൽ കിട്ടുന്ന സമയത്ത് പോയി മേടിക്കും അല്ലേ. അപ്പോൾ ഇവിടുത്തെ ഇപ്പോഴത്തെ വലിയൊരു ട്രെൻഡ് എന്താണെന്ന് വെച്ചെങ്കിൽ, നമ്മൾ ഈ ആമസോണിൽ നിന്നൊക്കെ റിട്ടേൺ വരുന്ന സാധനങ്ങൾ കിട്ടുന്ന ഒരു പരിപാടി ഉണ്ട്, ലിക്വിഡേഷൻ സെയിൽ എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാനും ഇതേമാതിരി എൻ്റെ ഭാര്യയ്ക്ക് ഒരു എയർ ഫ്രയർ വിത്ത് ഗ്രില്ല് ആ സാധനം മേടിക്കാനായിട്ട് ഞാനും കുറേ ആഗ്രഹിച്ച സാധനം, ഒരു $100-150 വിലയുണ്ടാവും. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഒരു ലിക്വിഡേഷൻ സെൻറ്ററിൽ നമുക്ക് സാധനം മേടിക്കാനുള്ള ഒരു അവസരം കിട്ടണേ. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു സാധനം നമ്മൾ മേടിച്ചു. വളരെ സന്തോഷമായിട്ട് $140, $134 ഇട്ട സാധനം വെറും 40% ഓഫ്, അതായത് ഒരു കഷ്ടി $80 നമുക്ക് ഇതിന് ചിലവ് വന്നത്. അങ്ങനെ ഈ സാധനം നമ്മൾ വളരെ ഹാപ്പി ആയിട്ട് നമ്മൾ മേടിച്ച് നമ്മൾ വീട്ടിൽ വന്നു. അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് വന്ന് കണ്ട നല്ല ഫ്രഷ് പാക്കാണ്, നല്ല ഫ്രഷ് എയർ ഫ്രയർ. അങ്ങനെ നമ്മൾ ഈ പാക്കറ്റേക്കും നമ്മൾ കണ്ടോ, നല്ല അടിപൊളി പാക്കാ ഇത്. ഫ്രഷ് പാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, പറഞ്ഞാൽ കിട്ടില്ല കേട്ടാ, അത്രയും ഫ്രഷ് പാക്ക്. ആ സൈഡിൽ നിന്ന് പിടിക്കാൻ പറ്റും ജസ്റ്റ്. കണ്ട ഫ്രഷ് പാക്കിൻ്റെ ഒരു മെച്ചം. ആ ബോക്സും താഴത്തേക്ക് കിട്ട കൂട്ടാ, ബാഗിട്. അങ്ങനെ ഞാൻ ആറ്റുനോറ്റ് നമ്മൾ മേടിച്ച സാധനം അതിൻ്റെ ഒരു അവസ്ഥ എന്താന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇതെല്ലാം വെച്ച് നമ്മൾ ഇത്രയും കണ്ടല്ലോ. സാധനം സൂപ്പറാണ് കേട്ടോ. നമ്മൾ ഈ സാധനം അയച്ചു കഴിഞ്ഞിട്ടുണ്ടല്ലോ, ഈ ഗ്ലാസ്സുമ്പേക്ക് നോക്കി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് അത്യാവശ്യം ഉപയോഗിച്ചിട്ടുള്ളൊരു സാധനമാണെന്ന്. അങ്ങനെ അപ്പോഴും ഞാൻ വിചാരിച്ചു കുഴപ്പമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാൻ എൻ്റെ പൊന്നു മക്കളെ ഈ സാധനം അങ്ങോട്ട് തുറന്നു. നിങ്ങളൊന്ന് നോക്കിയേ, ഒരു പട്ടിക്കൂട് എന്ന് പറയില്ലേ, പട്ടിക്കൂടിനെക്കാട്ടും കഷ്ടമായിട്ടാണ് ഈ സാധനം ആക്കി വെച്ചിരിക്കുന്നത്. നിങ്ങൾക്കിത് കാണാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടേ ഞാൻ ഇത് ഒരു ലൈറ്റേക്ക് അടിച്ച് വെച്ചേക്കാം. ഞാൻ പതുക്കെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് സാധനം എടുത്ത് കാണിച്ചു തരട്ടെ, 1 by 1 ആയിട്ട്. ഒരു സാധനം നമ്മൾ എന്താ പറയുക, ഒരു കൊടുക്കണ ഒരു അവസ്ഥയുണ്ടല്ലോ, റിട്ടേൺ ചെയ്യാന്നൊക്കെ പറഞ്ഞുകൊണ്ട് തെറ്റൊന്നുമില്ല. നമുക്ക് ആമസോണിൽ നിന്ന് മേടിച്ചതാണെന്ന് പറഞ്ഞിട്ട് ഒരുമാതിരി മറ്റേലെ പണി കാണിക്കരുത് നമ്മൾ ഒരിക്കലും. നമുക്കിവിടെ റിട്ടേൺ പോളിസി എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവം ഉണ്ട് ഈ രാജ്യത്ത്. കണ്ട ഇതിൻ്റെ ഉള്ളിലേക്ക് നോക്കിയേ, നമുക്ക് ഭക്ഷണം ഉണ്ടാക്കി കഴിക്കേണ്ട സാധനം അതിൻ്റെ ഏറ്റവും അറ്റത്തെ അവസ്ഥ കണ്ട നിങ്ങൾ. ഇത് ഒരു കാരണവശാലും നമുക്ക് വെച്ച് പൊറപ്പിക്കാൻ പറ്റാത്ത അത്രയും തെണ്ടിത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വിട്ട് എങ്ങനെ കാണിക്കുക, നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഇതിൻ്റെ ഉള്ളിലേക്ക് നോക്കിയാൽ സൈഡിലേക്ക് നോക്കുക, ഇതിൻ്റെ ടോപ്പ്, ഇതിൻ്റെ ഏറ്റവും ആ ബോട്ടം, ഈ സൈഡ്, ഇതിനകത്ത് ഒരു സ്ഥലത്ത് പോലും ഇത്രയും അഴുക്കാവാത്തായിട്ടില്ല. അപ്പോൾ നമ്മളൊരു സാധനം മേടിച്ച് കഴിഞ്ഞിട്ട് റിട്ടേൺ പോളിസി ഉണ്ട്, അത് ഈ രാജ്യത്തുള്ളതാണ്. പക്ഷെ ഇത്രയും മോശമാക്കിയിട്ട് ഈ സാധനം അവൻ 1 മാസം കൊണ്ടോ അല്ലെങ്കിൽ കുറച്ച് കാലം കൊണ്ടോ അവൻ ഉപയോഗിച്ചിട്ട് ഇത് ചെയ്തവൻ എന്തായാലും സമ്മതിക്കണം. അപ്പോൾ ഞാൻ സത്യം പറഞ്ഞ വീഡിയോ ചെയ്യാനുള്ള മെയിൻ കാരണം എന്താ വെച്ചാൽ, ഇത് കാണും തോറും എനിക്ക് ഇതുപോലെ തന്നെ ഈ ട്രേ കണ്ടോ, ഒരുപാട് ഓപ്ഷൻസ് ഉള്ള എന്താ പറയുക സംഗതിയുള്ള സാധനമാണ്. നല്ല അടിപൊളി സാധനമാണ് ഇത്. ആക്ച്വലി ഈ സാധനത്തിന് നമുക്ക് 2-3 ഓപ്ഷനൊക്കെ ഉണ്ട്. ഗ്രില്ല് ചെയ്യാം, അതുപോലെ തന്നെ എന്താ പറയുക കുക്ക് ചെയ്യാം, അങ്ങനെയുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. അത്യാവശ്യം നല്ല സാധനമാണ്. ഞാനൊക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് ഇവിടെ വരുന്ന സമയത്ത് ഈ പറഞ്ഞ റിട്ടേൺ പോളിസി എന്ന് പറയുന്ന പോളിസി നാട്ടിലുണ്ടായിരുന്നില്ല, പക്ഷെ ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ നാട്ടിലുണ്ടോ എനിക്ക് അറിയില്ല. അപ്പോൾ ഞാൻ എന്തുകൊണ്ട് ഈ വീഡിയോ ചെയ്യണു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ എല്ലാ രാജ്യങ്ങളും ലോകം മൊത്തം ഇപ്പോൾ യുദ്ധങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഈ പറഞ്ഞ നമ്മുടെ സാമ്പത്തിക ബാധ്യത ഭയങ്കര പ്രശ്നത്തിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് സാമ്പത്തിക മേഖല. അപ്പോൾ നമ്മൾക്ക് എന്താ ചെയ്യുക, നമ്മുടെ കയ്യിൽ തൊടാൻ തോന്നുന്നില്ല എനിക്ക്, നമ്മുടെ കയ്യിൽ കാശിലുണ്ടാകുമ്പോൾ നമ്മളുടെ ഈ സാധനങ്ങൾ മേടിക്കാനായിട്ട് നമുക്ക് ലാഭം കിട്ടുമെന്ന് പറയുമ്പോൾ നമ്മൾ ഇറങ്ങി പുറപ്പെട്ടിട്ടുള്ള അവസ്ഥയാണ് ഈ കാണുന്നത് നിങ്ങൾ. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക. നമ്മൾ ഈ സാധനം, ഞാൻ ആ കടക്കാരനോട് ഇത് ടെസ്റ്റ് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു ഇത് ഫ്രഷ് പീസാണ്, അതിൻ്റെ ആവശ്യമില്ലാന്ന്. ഞാൻ ഇവിടെ കൊണ്ടുവന്ന് തുറന്നപ്പോഴാണ് ഞാൻ ഈ സംഗതി കണ്ടത്. എനിക്ക് ഭയങ്കര വിഷമമായി. പിന്നെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് വെണ്ടയ്ക്ക അക്ഷരത്തിൽ ഫൈനൽ സെയിലാണ്, നോ എക്സ്ചേഞ്ച് നോ റിട്ടേൺ. അപ്പോൾ പിന്നെ അവരെടുത്ത് നമുക്ക് ചെന്നിട്ടോ കേസ് പറഞ്ഞിട്ടോ കാര്യമില്ല. അപ്പോൾ അവിടെ അവരുടെ ലൂപ്പുകളൊക്കെ അവർ നല്ല വൃത്തിയിട്ട് അടച്ചു വെച്ച് നമുക്കാണ് പണി കിട്ടിയത്. അപ്പോൾ ഇതിൻ്റെ സംഭവം എന്താ പറയുക, നമ്മളിൽ പല ആൾക്കാരും ഇതിങ്ങനെ പല സാധനങ്ങളും മേടിച്ചിട്ട് ഇതേമാതിരി 2 മാസത്തേക്ക് ഉപയോഗിച്ചിട്ട് നൈസായിട്ട് റിട്ടേൺ അടിക്കും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ആമസോൺ പോലത്തെ വലിയ കമ്പനിക്കാർ അവരൊരിക്കലും അവരുടെ നഷ്ടങ്ങൾ സഹിക്കില്ല. അത് അവസാനം അവർ പല രീതിയിൽ പോളിഷ് ചെയ്തിട്ട്
ആരോ നെഞ്ചത്തേക്ക് കൊണ്ടുവരണേ? നമ്മുടെ പോലെ സാധാരണക്കാരെടുത്തേക്കാണ് തിരിച്ച് ബൂമറാങ്ക് പോലെ സാധനം തിരിച്ചു വരണേ. അതെ, നല്ലൊരു അടിപൊളി ഉദാഹരണം എനിക്ക് അതിനുള്ളത് കിട്ടല് കഴിഞ്ഞു. ഇനി മേലാക്കാൻ ഞാൻ പണിക്ക് പോവില്ല. ഈ രാജ്യത്ത് ഉള്ള വിശ്വാസം, ഏറ്റവും വലിയ ക്വാളിറ്റി എന്നുള്ള വിശ്വാസമാണ് ഇവിടെ ഫേസ്ബുക്ക് മാർക്കറ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇങ്ങനത്തെ ആയിക്കോട്ടെ, ഒരൊറ്റ സാധനം കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ കംപ്ലൈന്റ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് വിൽക്കാടുക. നമ്മളൊരു സാധനം ഒരു ഫേസ്ബുക്ക് മാർക്കറ്റിൽ അവർ ലിസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ മിന്റ് കണ്ടീഷൻ, അല്ലെങ്കിൽ ഇന്ന സ്ഥലത്തിന് ഡെന്റ് ഉണ്ട്, അല്ലെങ്കിൽ കുറച്ച് ഡേർട്ടിയാണ് എന്ന് പറയും. ഇത് ഹൈഡ് ചെയ്ത് വെച്ചിട്ടുള്ളൊരു കച്ചവടം, അത് ഈ രാജ്യത്ത് സത്യം പറഞ്ഞാൽ നടക്കാത്ത കാര്യമായിരുന്നു. ഇപ്പോൾ അത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതെന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം, ആൾക്കാരുടെ കയ്യിൽ കാശില്ല. ഈ കച്ചവടം നടത്തണമാർക്കും ഇതെങ്ങനെയെങ്കിലും മുന്നോട്ട് കൊണ്ടുപോകണം. അപ്പോൾ അവർ കുറച്ച് നുണയ്ക്കും പറഞ്ഞു തുടങ്ങി. കാരണം കൾച്ചറിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്യാന്ന് പറയില്ലേ, വേറെ ആൾക്കാർ വന്നിട്ട് അവരുടെ ഇതായ സ്വഭാവങ്ങൾ കാണിച്ചു തുടങ്ങി. അതിൻ്റെ കുഴപ്പമാണത്. ഞാനിവിടെ വന്ന സമയത്ത് ഞങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ഇവിടെ പഴയ ആൾക്കാർക്ക് എല്ലാം അറിയാം. അതായത് ഈ വീടുകളുടെ മുമ്പിൽ കറക്റ്റായിട്ട് നല്ല സെറ്റ്, നല്ല കൗച്ചുകൾ സെറ്റിങ് ഉണ്ടല്ലോ, അവിടെ കൊണ്ടിട്ടുണ്ടാവും. പേപ്പർ എഴുതി വെച്ചിട്ടുണ്ടാവും. അതായത് ഇത് സേഫാണ്, നല്ല സാധനമാണ്, എടുത്തോ, അല്ലെങ്കിൽ കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ ഇന്ന കംപ്ലൈന്റ് ഉണ്ട്, റിസ്ക് ഉണ്ട്, എടുക്കണ്ട, ബെഡ് ബഗ്സ് അല്ല മൂട്ടയുണ്ട്, അങ്ങനെ പ്രശ്നമുണ്ട്, എടുക്കണ്ടെന്ന് പറഞ്ഞിട്ട് വീടിൻ്റെ ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ടാവും. ഞങ്ങൾക്ക് ഇവിടെ വന്ന സമയത്ത് ഞങ്ങൾക്ക് സർവൈവൽ മോഡിൻ്റെ ഒരു ഭാഗമായിട്ടുണ്ടായിരുന്ന യൂസ്ഡ് ഫർണിച്ചേഴ്സ് ആയിരുന്നു. അത് ഇതേപോലെ തന്നെ പള്ളിയിലോ മറ്റു സംഘടനകളിലോ പറയുമ്പോൾ അവർ നമ്മളെ വിളിക്കും, ഇന്ന വീട്ടിൽ ബേസ്മെൻറ്റിൽ കൗച്ച് കിടപ്പുണ്ട്, നല്ല സാധനമാണ്, പട്ടിയില്ല, വേറെ മൂട്ടിയില്ല, പ്രശ്നങ്ങളൊന്നുമില്ല, വണ്ടി കൊണ്ടുവന്ന് എടുത്തുകൊണ്ട് പോയിക്കോന്നും പറഞ്ഞിട്ട്. അപ്പോൾ അത് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വിശ്വസിച്ചിട്ട് ചെയ്യുന്നൊരു സാഹചര്യം, ആ ഒരു അവസ്ഥയ്ക്ക് ഇവിടെ നല്ലൊരു മാറ്റം വന്നിട്ടുണ്ട്. കുറേ ആൾക്കാർ അവിടെ നിന്ന് ഇവിടെ നിന്നേക്കും വന്നു, കുറേ രീതിയിലുള്ള കച്ചവടങ്ങളായി കാര്യങ്ങളായി. അതിൻ്റെ ഒരു ഭാഗമാണ് ഈ കാണുന്നത്. ആമസോൺ തന്നെ CNBCയുടെ ഒരു ന്യൂസിൽ പറഞ്ഞിരിക്കുകയാണ്, 2024 ശേഷം 40% റിട്ടേൺ ഫ്രോഡ്. അതായത് സാധനം മേടിക്കുന്നു, അതിനുശേഷം അതിനകത്ത് വേറെ എന്തെങ്കിലും കുത്തിക്കയറ്റി വയ്ക്കുന്നു, റിട്ടേൺ അടിക്കുന്നു, പൈസ മേടിക്കുന്നു. ഫ്രീ ആയിട്ട് സാധനം കിട്ടിയില്ലേ, നല്ല ഇടപാടാ. ഞാൻ ഈ ലിക്വിഡേഷൻ സെൻറ്ററിൽ പോയ സമയത്ത് അവിടെ കാണുന്നത് തുണികൾ, ചെറിയ കുട്ടികളുടെ തൊട്ട് ആബാല വൃദ്ധജനങ്ങൾ എന്ന് പറയില്ലേ, ഫുള്ള് ഇന്നേഴ്സ്, മറ്റേ ഷെഡിയും ബ്രേസിയറും സകല സാധനമുണ്ട് ഇതിനകത്ത്. ഇതെല്ലാം അവിടെ വിൽക്കാട്ടേക്കാ. അതിൻ്റെ ചുറ്റും പെണ്ണുങ്ങളും ആണുങ്ങളും കറങ്ങി നടക്കുക. കാരണം വെച്ചാൽ നിസ്സാര വിലയ്ക്ക് സാധനം കിട്ടണേ. അപ്പോൾ ഇതിൻ്റെ കുഴപ്പം എന്താണ്? ഇപ്പം നമ്മൾ ഈ ഒരു സാധനം കണ്ടില്ലേ, ഇതേപോലെ ആരൊക്കെ എവിടേക്ക് ഇട്ടിട്ടുള്ള സാധനങ്ങളാണ് അവിടെ വിൽക്കാട്ടേക്കണത് ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ. ഇതിൻ്റെ കുഴപ്പം എന്താ പറയുക, ഈ ഒരു സാധനം ഇതിനകത്ത് എന്ത് ടൈപ്പ് ഫുഡാ, ഇനി വല്ല കഞ്ചാവ് കയറ്റിയിട്ട് വല്ല പ്രോസസ്സ് ചെയ്താണോ ഒന്നും നമുക്കറിയില്ല. നമ്മളിത് ക്ലീൻ ചെയ്തെടുക്കും. നമ്മൾ ഭക്ഷണം വെച്ച് കഴിച്ച് നമുക്ക് വല്ല ഫുഡ് പോയ്സൺ അടിക്കും. നമ്മൾ ആശുപത്രിയിൽ പോകുമ്പോഴായിരിക്കും നമ്മളത് അറിയണത്. നമുക്ക് എല്ലാവർക്കും ഇനിയും ഇങ്ങനത്തെ ലിക്വിഡേഷൻ സെൻ്ററുകളും കാര്യങ്ങളും എല്ലാം ഇട്ട് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യണം. പ്രത്യേകിച്ച് നമ്മൾ ഈ പുറം രാജ്യങ്ങളിൽ ഒരു ശൈലിയാണത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചെങ്കിൽ നന്നായിട്ട് ചെക്ക് ചെയ്യുക. ഈ സാധനം മേടിക്കാന്ന് വെച്ചെങ്കിൽ നന്നായിട്ട് ചെക്ക് ചെയ്യുക. നമ്മുടെ നാട്ടിൽ പറയും, വല്ലാണ്ട് ലാഭം കണ്ടോടത്തുനിന്ന് പതുക്കെ മാറി നിന്നറാ എന്ന് പറയും, അവിടെ എന്തെങ്കിലും അലമ്പുണ്ടാവും എന്ന് പറയും. അത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക. കാരണം എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, ലോകം മൊത്തത്തിൽ സാമ്പത്തിക മാന്ദ്യത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല രീതിയിൽ ബുദ്ധിമുട്ടുണ്ട്. ഈ സാധനത്തിന് $80 ഞാൻ കൊടുത്തത് പ്ലസ് ടാക്സ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നോർമൽ ലെവലിൽ ചിന്തിച്ച് കഴിഞ്ഞാൽ ഒരാളുടെ ഒരു ദിവസത്തെ അധ്വാനം, നോർമൽ ജനറൽ ലേബർ ചെയ്യുന്ന ഒരാളുടെ ഒരു ദിവസത്തെ അധ്വാനം പോയി കിട്ടി. മനസ്സിലാവണ്ട. അപ്പം അത് പിന്നെ വർത്താൻ കാര്യമില്ല. ഞാൻ ആദ്യം വിചാരിച്ചു ഈ സാധനം ആർക്കെങ്കിലും ഫ്രീ ആയിട്ട് കൊടുക്കാം, കൊണ്ടുപോയി ക്ലീൻ ചെയ്ത് ഉപയോഗിച്ചോട്ടെ എന്ന്. പക്ഷേ എനിക്ക് തോന്നി ഈ സാധനം വീണ്ടും നോക്കിയപ്പോൾ എനിക്ക് തോന്നിയ കാര്യമാണ്, നമ്മൾ ഉപയോഗിക്കുന്നില്ല. നമ്മൾ ഉപയോഗിക്കാത്തൊരു സാധനം എന്തുകൊണ്ട് ഉപയോഗിക്കാത്ത? ക്ലീൻ ചെയ്താലും എൻ്റെ മനസ്സിൽ അത് കിടക്കും അല്ലേ. അപ്പോൾ ഇത് ആർക്കെങ്കിലും ഫ്രീ ആയിട്ട് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അവർ ക്ലീൻ ചെയ്ത് ഉപയോഗിക്കുമ്പോഴും എത്രയും അവരുടെ മനസ്സിൽ ഈ സാധനം ഉണ്ടാവും. ഭക്ഷണമാണ് നമ്മൾ കഴിക്കണേ. അപ്പോൾ അത് കാരണം കൊണ്ട് മറ്റേ ദൃശ്യത്തിൽ പറയണ മാതിരി ഇത് എന്നിലെല്ലാം അവസാനിക്കട്ടെ പറയില്ലേ, ഈ സാധനം കൊണ്ടിട്ട് നേരെ ഞാൻ സ്ക്രാപ്പിലിടും, എൻ്റെ പൈസ പോയി കിട്ടി. ഞാൻ പറഞ്ഞത് നിങ്ങളുടെ പൈസ പോവാതിരിക്കുക എന്നത് മാത്രമല്ല, ശ്രദ്ധിക്കുക, പൈസ കളയാതിരിക്കുക. നമ്മുടെ ആൾക്കാരും പറയണം. കാരണം എന്താ വെച്ചാൽ എൻ്റെ കുറച്ച് ഫ്രണ്ട്സൊക്കെയും ചില സാധനങ്ങൾ മേടിച്ചിട്ട് ആമസോണിൽ നിന്ന് മേടിക്കും. ഒരു മാസം കച്ചപ്പം 4-5 മാസം കഴിയുമ്പോൾ അവരെന്ത് ചെയ്യാന്ന് വെച്ചെങ്കിൽ സെയിം സാധനം വീണ്ടും ഓർഡർ ചെയ്യും. മനസ്സിലാവണ്ട. ഇപ്പോൾ ഈ സാധനം മേടിച്ചു, ഈ സാധനം തന്നെ 4 മാസം കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു കൊല്ലം കഴിയുമ്പോൾ സെയിം മോഡൽ മേടിച്ചിട്ട് ആ ഒരു വർഷം ഉപയോഗിച്ച സാധനം നേരെ ആ പുതിയ പെട്ടിയിലേക്ക് എല്ലാം വെച്ച് പാക്ക് ചെയ്തിട്ട് സാധനം റിട്ടേൺ അടിക്കും. അപ്പോൾ അത് പറയുമ്പോഴും ഞാൻ അവരോട് പറയാറുണ്ട്, അല്ലേ ഇത്തിരി കടന്ന കൈയാണ്, അങ്ങനെ ചെയ്യരുത് നമ്മളിന്ന്. പക്ഷെ ഇതിൻ്റെയൊക്കെ റിസൾട്ട് ഇപ്പോൾ കണ്ട. അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നവരാണെങ്കിൽ ദയവ് ചെയ്ത് അത് ചെയ്യരുത്. കാരണം
നമ്മൾ അറിഞ്ഞോ അറിയാതോ ചെയ്യുന്ന, നമ്മൾ വിചാരിക്കും ഞാൻ അങ്ങനെ ചെയ്തു, ഞാൻ ഭയങ്കര സ്മാർട്ടായി. സ്മാർട്ട്നെസ് അല്ല അത്. ഒരിക്കലും ഒരാളെ പറ്റിക്കണത് സ്മാർട്ട്നെസ് ആയിട്ട് നമ്മൾ കരുതാതിരിക്കുക. ഈ സാധനം തിരിച്ചടിച്ച എപ്പോഴേക്കും നമ്മുടെ തലയിൽ വരും. എനിക്ക് ഏറ്റവും സങ്കടം എന്താണെന്ന് വെച്ചെങ്കിൽ, ഞാൻ ഈ പണി ചെയ്യാത്ത ഒരാളാണ്, പക്ഷെ ഞാൻ കറക്റ്റായിട്ട് വീട്ടിൽ പണി ആയിരുന്നുകൊണ്ട് മേടിച്ചുകൊണ്ട് വന്നു. അപ്പോൾ ആ ഒരു കണ്ണീരും ആ ഒരു വിഷമം ഉണ്ടല്ലോ, അത് കുറച്ച് ബുദ്ധിമുട്ടുള്ളതാ. അത് ചതിക്കപ്പെട്ടല്ലോ എന്ന് പറയുന്ന ഒരു കണ്ണുനീര്, മനസ്സിലാവണ്ട, അത്രയുള്ള ഇതിന്റെ കാര്യം. വീണ്ടും പറയാണ്, ഞാൻ ഒരിക്കലും ഈ കമ്പനി പ്രൊഡക്റ്റ് പൊട്ടയാന്നല്ല പറഞ്ഞത്, നല്ല സാധനമാണ്, അതുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ ഞാൻ വീട്ടിൽ നിന്ന് മേടിച്ചത്. പക്ഷെ അത് ഉപയോഗിച്ച് ഏതോ ഒരുത്തൻ, അതൊരിക്കലും ഇന്ത്യക്കാരനാന്ന് ഞാൻ പറയില്ല, ചിലപ്പോൾ കറുത്തവനാവാം, അല്ലെങ്കിൽ എന്താ പറയുക സോമാലിയക്കാർ വരുന്നുണ്ട്, പിന്നെ വേറെ കുറെ സിറിയക്കാരുണ്ട്, പല പല നാട്ടുകാരുണ്ട്. ഏതോ ഒരുത്തൻ കാണിച്ചതിൻ്റെ അറാമ്പറപ്പിൻ്റെ ഫലമാണ് ഞാൻ ഇന്ന് അനുഭവിച്ചുള്ളത്. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക. പറ്റിപ്പോയിട്ട് പിന്നെ വർത്താൻ കൊണ്ട് കാര്യമില്ല. ഓക്കെ, പണ്ടത്തെ മാതിരി നമുക്ക് ഇവിടെ എല്ലാം പറഞ്ഞാൽ എല്ലാം പെർഫെക്റ്റ് ആണ്, പറഞ്ഞ പോലെയാ, അതൊന്നും വിചാരിക്കേണ്ട. അങ്ങനത്തെ നന്മകൾ ഉണ്ടായിരുന്നൊരു കാനഡ അത് കുറെ അവസാനിച്ചിരിക്കുകയാണ്. ശ്രദ്ധിക്കുക എല്ലാവരും. ഓക്കെ, മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ശരി എന്നാൽ.